കണ്ണൂർ ജയിലെന്ന് പറഞ്ഞാൽ ഒരു സാധാരണ ജയിലല്ല, അത്രയും വലിയൊരു ജയിലാണ്. ആ ജയിലിനുള്ളിൽ ഇത്രയും രീതിയിൽ അവന് പുറത്തിറങ്ങാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒറ്റ കൈ വെച്ചിട്ട്, ഈ പാതി കൈ വെച്ചിട്ട് അവൻ ഇറങ്ങിയിട്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, ഇങ്ങനെ ഈ സൗമ്യ എന്ന് പറഞ്ഞ കുട്ടീനെ, ഈ ഒരു പെൺകുട്ടീനെ അവൻ ഉപദ്രവിച്ചിട്ടില്ല, ഇങ്ങനെല്ലാം ആക്കിയില്ല എന്ന് എന്താ ഇത്. എന്നിട്ട് അത് സുപ്രീം കോടതി പോയപ്പോഴാണ് ആ കേസ് ഇങ്ങനെയെല്ലാം ആയത്. എന്നിട്ടാണ് ഇപ്പം അത് പിന്നെ നമ്മൾ പിന്നെ മുഖ്യമന്ത്രി തൃശ്ശൂർ കിഴിക്കോടതിയിൽ നിന്നും അവന് 2011 നവംബർ 11 പിന്നെ തൂക്കുകയറ് വിധിച്ചത്. അത് കഴിഞ്ഞു പിന്നെ 17 ഇത് വന്നിട്ട് അല്ല സുപ്രീം കോടതി അല്ല ഹൈക്കോടതിയിൽ നിന്നും അവന് തൂക്കുകയറ് വന്നത്. അത് കഴിഞ്ഞിട്ടാണ് അവന് സുപ്രീം കോടതി പോയപ്പോൾ അത് അങ്ങനെയല്ല പറഞ്ഞിട്ടാണ് അത് ഇങ്ങനെയെല്ലാം വന്നു ചേർന്ന്. ഞാൻ മുഖ്യമന്ത്രിയെ കണ്ടിട്ടാണ് അവന് പുറലോകം കാണരുത്, അപ്പം ഈ പുറലോകം അവൻ കാണരുത്. എനിക്കത് ഇതാണ്. കാരണം ഇനിയൊരു അമ്മയും കരയാനുള്ളൊരിട വരുത്തരുത്. അവന് ഇപ്പം ഇന്ന് തന്നെ അവൻ ജയിലിൽ ചാടി എന്ന് പറഞ്ഞപ്പോൾ തന്നെ നമ്മളെ മനസ്സിൽ ആദ്യമായിരുന്നു, എന്നെ പറ്റിയിട്ടല്ല, മറ്റ് പല കുട്ടികളുണ്ട്